ഹായ് ഡിയർ ആസ്പിരൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡേ 3 എക്കണോമിക്സിൻ്റെ PYQ സെഷനാണ്. പിന്നെ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്ലൈഡൊക്കെ അത്യാവശ്യം സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ഇഷ്ടമാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഓപ്ഷൻ ഡി ഇതല്ല. അപ്പോൾ ഇതെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഭക്ഷ്യക്ഷാമം ഇല്ലാണ്ടായി, ഉൽപ്പാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചപ്പോഴും ഉൽപ്പാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. സ്വയം പര്യാപ്തത കൈവരിച്ചു. വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ്? നാണ്യവിളകളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച നാണ്യവിള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പ്. പിന്നെ കരുതൽ ശേഖരം സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് സക്കീർ ഹുസൈനും ആയിരുന്നു. ആ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി എന്ന് പറയുന്നത് C. സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഇന്ത്യയിൽ MS സ്വാമിനാഥനും ലോകത്തിൽ വരുമ്പോൾ നോർമൻ ബോർലോഗുമാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രധാന ഘടകങ്ങളുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. രാസവളം കീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർദ്ധിച്ച ജലസേചന സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഘട്ടം ഒതുങ്ങി നിന്നത് പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായിരുന്നു ഫസ്റ്റ് ഘട്ടം ഒതുങ്ങിയത്. ഈ ഫസ്റ്റ് ഘട്ടത്തിന് ഏറ്റവും കൂടുതൽ വിളവ് നൽകിയത് ഗോതമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോതമ്പ് ഘട്ടം എന്നും അറിയപ്പെടുന്നു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് എല്ലായിടത്തേക്കും വ്യാപിച്ചു തുടങ്ങിയത്. ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. പിന്നെ MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിൽ. മരിച്ചത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ട് ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ KN രാജ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ നടന്നു. 2.1% വളർച്ച ലക്ഷ്യം വയ്ക്കുകയും പക്ഷേ എത്രയാണ് 3.6% വളർച്ച കൈവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് KN രാജാണ്. പിന്നെ എന്താ പറയുക, ദ്രുതഗതിയിലുള്ള വികസനം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചിട്ടുള്ളതും KN രാജയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് 1982 നിലവിൽ വന്നിട്ടുള്ളതാണ് നബാർഡ്. അത് വന്നിട്ടുള്ളത് 1982 ജൂലൈ 12 നബാർഡ് വരുന്നത്. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് വന്നിട്ടുള്ളത്. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി, ഇതൊക്കെ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 5ാമത്തെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം കണ്ട് ഉറപ്പിക്കുക. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 78 വരെയായിരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 20 ദിന പരിപാടിയൊക്കെ നടപ്പിലാക്കിയത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്, 1975. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തിൽ പങ്കുവച്ചിട്ടുള്ളത് KN രാജ്. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി, അതൊക്കെ ലക്ഷ്യങ്ങളാക്കിയത് പഞ്ചവത്സര പദ്ധതി 5ാമത്തെ 1974 മുതൽ 78 വരെ.
ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെ 2.1% വളർച്ച ലക്ഷ്യം വയ്ക്കുകയും 3.6% കൈവരിക്കുകയും ചെയ്തു. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദി. ചെയർമാന് നരേന്ദ്രമോദി, വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ അത് സുമൻ ബേറിയാണ്. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരി. ആദ്യത്തെ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ ഇപ്പോൾ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ്. പിന്നെ നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 25ാമത് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത് 1935 ഏപ്രിൽ 1-നാണ്. RBI വരാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഹിൽട്ടണിയൻ കമ്മീഷനാണ്. ആ കമ്മീഷനെ നിയമിച്ചത് 1926. അങ്ങനെ 35 ഏപ്രിൽ 1-ന് RBI വരുന്നു. നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത്തെ ശക്തികാന്ത ദാസ് ആയിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ്. ഗതാഗതം തൃതീയ മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് പെടാത്തത്. കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ കൂടാതെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഖനനം, മൺപാത്ര നിർമ്മാണം, ഡയറി ഫാം ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ്. അതുപോലെ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി മേഖലയിൽ വ്യവസായം, വൈദ്യുതോൽപാദനം, കെട്ടിട നിർമ്മാണം അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഇല്ലാത്തതിൽ പെടുന്നതാണ്. അതായത് സെക്കൻഡറി മേഖലയിലുള്ളത് തന്നെ ഗ്യാസ്, വാട്ടർ സപ്ലൈ ഒക്കെ ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഗ്യാസ്, വാട്ടർ സപ്ലൈ, അതുപോലെ ഇലക്ട്രിസിറ്റി ഡാം അതൊക്കെ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ്. മൺപാത്ര നിർമ്മാണം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്, പ്രാഥമിക മേഖലയിലല്ല. പിന്നെ തൃതീയ മേഖലയിൽ ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ് അതൊക്കെ വരും. പിന്നെ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും തൃതീയ മേഖലയിലാണ് വരുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്ക്? വാണിജ്യ ആവശ്യത്തിനായിട്ട് പൈസ കടം കൊടുക്കുകയും പിന്നെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ബാങ്കുകൾ തന്നെ 4 ടൈപ്പിലുണ്ട്. 1 വാണിജ്യ ബാങ്ക്, 2 സഹകരണ ബാങ്ക്, 3 വികസന ബാങ്ക്, പിന്നെ സവിശേഷ ബാങ്ക്. ഇതൊക്കെയാണ് ബാങ്കുകൾ. അപ്പോൾ വാണിജ്യ ബാങ്കുകളിൽ പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? പൊതുമേഖലാ ബാങ്ക് വാണിജ്യ ബാങ്കിൽ പെടുന്നതാണ്. സ്വകാര്യ മേഖലയും വാണിജ്യ ബാങ്കിൽ പെടുന്നതാണ്. സഹകരണ ബാങ്ക് പെടില്ല. അപ്പോൾ പെടാത്തത് സഹകരണ ബാങ്കാണ്. വിദേശ ബാങ്കും വാണിജ്യ ബാങ്കിൽ പെടുന്നതാണ്. വാണിജ്യ ബാങ്കുകൾക്ക് എക്സാമ്പിളാണ് SBI, കാനറ ബാങ്ക് അതൊക്കെ. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വിനോദ നികുതി. ഇതിൽ ഭൂനികുതി, സ്റ്റാമ്പ് നികുതി അതൊക്കെ ആരാണ്? സംസ്ഥാന സർക്കാരാണ് പിരിക്കുന്നത്. ഭൂനികുതി, സ്റ്റാമ്പ് നികുതി സ്റ്റേറ്റാണ് പിരിക്കുന്നത്. അതുപോലെ സംസ്ഥാന GSTയും SGST അതും സ്റ്റേറ്റാണ് പിരിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് നികുതി അത് കേന്ദ്ര സർക്കാരിനാണ്, സെൻട്രലാണ് കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ പിരിക്കുന്നതാണ് വ്യക്തിഗത ആദായ നികുതി, സെൻട്രൽ GST, സംയോജിത GST അതൊക്കെ കേന്ദ്ര സർക്കാർ പിരിക്കുന്നതാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിനോദ നികുതി വരും, കെട്ടിട നികുതി വരും, തൊഴിൽ നികുതി വരും. വസ്തുനികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിയിൽ പെടുന്നതാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിൽ വിനോദ നികുതി, വസ്തുനികുതി, തൊഴിൽ നികുതി. സംസ്ഥാന സർക്കാർ ഭൂനികുതി, സ്റ്റാമ്പ് നികുതി, സ്റ്റേറ്റ് GST. പിന്നെ കേന്ദ്ര സർക്കാരിൽ സെൻട്രൽ GST, ഇൻ്റഗ്രേറ്റഡ് GST, കോർപ്പറേറ്റ് നികുതി. അടുത്ത ക്വസ്റ്റ്യൻ
താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്നും നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായിട്ട് വേർതിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ഇതൊന്ന് വായിച്ചു നോക്കിക്കോ, ഇതൊന്നും വായിക്കണ്ട. സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. അതായത് നീതി ആയോഗ് പിന്തുടരുന്നത് ബോട്ടം അപ്പ് രീതിയാണ്, താഴേന്ന് മുകളിലേക്കുള്ള രീതിയാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി, നിലവിൽ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബേരി. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. അതുപോലെ അരവിന്ദ് പനഗരിയയുടെ ഒരു ബുക്കാണ് ഇന്ത്യ ദി എമർജിങ് ജയന്റ്. അരവിന്ദ് പനഗരിയ നിലവിൽ 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. പിന്നെ സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന പോയിന്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായി പൊരുത്തമില്ലാത്തത്. ഫസ്റ്റ് 10ാമത്തെ പദ്ധതി, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. അത് 10ാമത്തേൻ്റെ അല്ല, അത് തെറ്റാണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ട് വളർച്ച എന്ന് പറയുന്നത് 12ാമത്തെ പദ്ധതിയുടെ ലക്ഷ്യമാണ്. 10ാമത്തേൻ്റെ അല്ല, 12ാമത്തേൻ്റെയാണ്. അപ്പോൾ പൊരുത്തമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതായിരിക്കും ആൻസർ വരുന്നത്. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. 8ാമത്തെ പദ്ധതി സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്ഥിരതയും. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നതാണ് സാമ്പത്തിക പരിഷ്കാരവും സ്ഥിരതയും. 12ാമത്തേൽ വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. അതാണ് 12ാമത്തേൻ്റെ ലക്ഷ്യം. പിന്നെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി സാമൂഹിക നീതിയും സമത്വവുമുള്ള വളർച്ച. അത് 9ന്റെ ലക്ഷ്യങ്ങളാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. 1950 ആസൂത്രണ കമ്മീഷൻ വന്നു. 51 തൊട്ട് 56 വരെ 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു. പിന്നെ 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നീതി അതൊക്കെ മുഖ്യ ലക്ഷ്യങ്ങളാക്കി വന്നതാണ്. 1974 മുതൽ 78 വരെയായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി. സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് 20 ദിന പരിപാടികൾ 1975. പിന്നെ നബാർഡ് 1982 ജൂലൈ 12 വന്നു. അതും 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് വരുന്നത്. പിന്നെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക്. ഇത് ക്യാൻസൽ ആക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? അപ്പോൾ ഹരിത വിപ്ലവത്തിൽ ഫസ്റ്റ് ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് അവിടെയാണ് ഒതുങ്ങി നിന്നത്. ആ ഒരു ഓപ്ഷൻ നമുക്കിതിലില്ല. അപ്പോൾ ഉള്ള ഓപ്ഷൻ പഞ്ചാബ് വരുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചാബും ഹരിയാനയിലുമാണ് 1ാമത്തെ ഘട്ടം ഒതുങ്ങി നിന്നത്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടാണ് ശരിക്കും ആ ഘട്ടത്തിലാണ് കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് 1ാമത്തെ ഘട്ടത്തിന് ഗോതമ്പ് ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. 3ാം പഞ്ചവത്സര പദ്ധതിയിൽ ഹരിത വിപ്ലവം വന്നു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ MS സ്വാമിനാഥൻ. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, കേന്ദ്ര കൃഷിമന്ത്രി C സുബ്രഹ്മണ്യം. അടുത്തത്, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി. അത് ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറം ദാവോസിലാണ് നടക്കുക. പിന്നെ പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അത് ഇന്ത്യ അംഗമാവുന്നത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1992 മുതൽ 97 വരെയാണ്.
WTO വന്നിട്ടുള്ളത് 1995 ജനുവരി 1-ന് എന്താ പറയുക WTO വന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇന്ത്യ അംഗമായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ആ സമയത്താണ് അംഗമാവുന്നത്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതി. RBIയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കാനുള്ള ഡിജിറ്റൽ പദ്ധതികളാണ് സാരഥിയും പ്രവാഹവും. സാരഥി, പ്രവാഹ്, ഇതാണ് ആൻസർ. RBI 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം വന്നു. 1935 ഏപ്രിൽ 1-നാണ് RBI വന്നിട്ടുള്ളത്. ഈ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളൊക്കെ അവരുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് RBI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? അതായത് സാധനത്തിൻ്റെ സേവനങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ പ്രതിപാദിക്കുന്ന ഒന്നാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിന് സാമ്പത്തിക പ്രശ്നങ്ങളിൽ വരുന്ന ഒന്നാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് സുസ്ഥിര വികസനം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോളാം, ബ്രഡ്ലാൻഡ് കമ്മീഷനാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യം നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യം നിറവേറ്റുന്ന സമീപനം, അങ്ങനെ സുസ്ഥിര വികസനം നിർവചിച്ചിട്ടുള്ളത് ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഇനി ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായത്തിനെ പറയുന്നതാണ് മൈക്രോ ഫിനാൻസ്. അതായത് കുറച്ച് അംഗങ്ങൾ മാത്രം 20 അംഗങ്ങളൊക്കെ വരുന്ന ഒരു രൂപീകരിക്കുന്നു, നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലെ. എന്നിട്ട് ഒരു നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ബാങ്ക് കൊടുക്കും. അങ്ങനെ ഈ എന്താ പറയുക, സംഘത്തിൽ നിക്ഷേപിച്ച തുകയും ബാങ്ക് കൊടുത്ത വായ്പയും കൂടിയിട്ടുള്ള ആ പണം മൂലധനമാക്കിയിട്ട് അംഗങ്ങൾക്ക് വായ്പ കൊടുക്കുന്നു. അതിനെയാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ നമ്മൾ പറഞ്ഞതാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. പിന്നെ ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2025 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല അതിൻ്റെ ജനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വരികൾ എഴുതിയിട്ടുള്ളത് ആരാണ്? അത് ഗുരുജട അപ്പറാവു എന്ന് പറയുന്ന ആളാണ് ഈ വരികൾ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത വരുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, നിർമ്മല സീതാരാമൻ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, അതായത് 2025 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗുരുജട അപ്പറാവുവിൻ്റെ ഏത് വരികൾ ഉപയോഗിച്ചിട്ടാണ് തുടങ്ങിയത്? അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ്, ഗുരുജട അപ്പറാവു. അപ്പോൾ നമ്മുടെ സെഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.